ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000. ചിറക് മുളയ്ക്കും മുൻപേ മേഘങ്ങളിലേക്ക് പറന്നുപോയ കുഞ്ഞു മാലാഖ ആലിൻ. കുഞ്ഞിന് കണ്ണീരിനിടയിലും 5 കുടുംബങ്ങളിലെ പുഞ്ചിരിയാകാൻ സാധിച്ചു. 6 മാസം പ്രായമുള്ള കുഞ്ഞടക്കം 5 കുട്ടികൾക്കാണ് അവൾ പുതുജീവൻ പകർന്നു നൽകിയത്. നാളെ വൈകിട്ടാണ് നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിൽ ആലിന്റെ സംസ്കാരം നടക്കുക. ഫെബ്രുവരി 5-നായിരുന്നു ആലിന്റെ ജീവൻ കവർന്നെടുത്ത അപകടമുണ്ടായത്. ഹൃദയം നുറുങ്ങുന്ന തീരാ ദുഃഖത്തിലും ആലിന്റെ അച്ഛനും അമ്മയും ആ തീരുമാനമെടുത്തു. 10 മാസം മാത്രം ഭൂമിയിൽ ആയുസ്സുണ്ടായിരുന്ന ആ കുഞ്ഞു മാലാഖ ഇനിയും ജീവന്റെ തുടിപ്പാകണം. മുഴുവൻ സന്തോഷവും പ്രതീക്ഷകളും വാഹനാപകടം തകർത്തു കളഞ്ഞെങ്കിലും കുഞ്ഞ് ആലിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം സധൈര്യം തീരുമാനിച്ചു. ഞാൻ ഇതെല്ലാം കണ്ടേച്ചാ ഞാൻ കറക്റ്റായിട്ട് നിൽക്കുന്നത്. ഇത് പറയാനുള്ള കപ്പാസിറ്റി നമുക്കൊന്നുമില്ല. 5 കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ല, അതിലൊരു സന്തോഷമുണ്ട്. അതിനുള്ള ധൈര്യം അവന് കൊടുത്തല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത്. കൊച്ചു ബ്രെയിൻ ഡെത്ത് ആയി എന്നുള്ളത് നമുക്ക് ഉറപ്പായി. അപ്പം ഇനി തിരിച്ചു വരികയില്ലെന്ന് 100% ഉറപ്പ് പല ഡോക്ടേഴ്സും പല ആശുപത്രിക്കാരും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നലെ ബ്രെയിൻ ഡെത്ത് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ മകൻ എന്നെ വിളിച്ചു ചോദിക്കുന്നു, ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിനോട് പൂർണ്ണമായി സഹകരിക്കും, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു, ഞാൻ പുറകിലുണ്ടെന്ന് പറയുക ചെയ്തു. ഫെബ്രുവരി 5-ാം തീയതിയാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ആലിനെ വിവിധ ആശുപത്രികളിൽ ചികിത്സിച്ചെങ്കിലും ഫെബ്രുവരി 13-ന് മസ്തിഷ്ക മരണം സംഭവിച്ചു. തുടർന്ന് മാതാപിതാക്കളായ അരുണും ഷെറിനും കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധതയെ അറിയിച്ചു. വൃക്കകളും കരളും നേത്രപടലങ്ങളും ഹൃദയവാൽവുമാണ് ദാനം ചെയ്തത്. ഇന്നലെ രാത്രി തന്നെ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് അവയവങ്ങൾ ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. പുതുജീവൻ തുടിക്കുന്ന മനുഷ്യരിലൂടെ ആലിൻ ഇനിയും ജീവിക്കും. നക്ഷത്ര സ്പർശം പോലെ ആ കുടുംബങ്ങളെ തൊട്ടുണർത്തും. നാളെ നെടുങ്ങാപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിൽ വെച്ചാണ് ആലിന്റെ സംസ്കാരം. ന്യൂസ് മലയാളം, പത്തനംതിട്ട. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000.